ഹലോ എവരി വൺ, വെൽക്കം ടു ഷാഹീസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ ചക്കക്കുരു റോസ്റ്റ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന കൊച്ചു ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കണം. വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കക്കുരു തൊലി കളഞ്ഞ് നന്നായി കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ തൊലി കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചക്കക്കുരു. ഇനി നമുക്ക് ഇതൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. വളരെ എളുപ്പത്തിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നത്. ഇനി ഇവിടെ കുക്കറിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് വേണം എന്നാവശ്യമുള്ളവർക്ക് ഇനിയും മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇത് വേവിച്ചെടുക്കാം. അധികം വെള്ളം ഞാൻ ഇവിടെ ചേർക്കുന്നില്ല, കുറച്ച് വെള്ളം എടുക്കുന്നുള്ളൂ. വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരുവാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മുരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മുടെ എണ്ണ ഇപ്പോൾ ഇവിടെ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ചതച്ച് വെച്ചിട്ടുള്ള ഒരു പൊണ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നമുക്കിനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുമ്പോൾ വേവിച്ചു വെച്ചിട്ടുള്ള ചക്കക്കുരു ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നല്ലൊരു വെളുത്തുള്ളിന്റെ ടേസ്റ്റ് ആണുള്ളത്. അതുകൊണ്ട് ഗ്യാസ് പ്രോബ്ലംസ് ഒന്നും അധികം വരില്ല. ചക്കക്കുരു നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചക്കക്കുരു റോസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചായയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ ഫീഡ്ബാക്സും അറിയിക്കണം. താങ്ക് യു.